ത്തിന്റെ ഭാഗമായിരുന്ന ദക്ഷിണ കാനറയുടെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളവുമായി കൂട്ടിയിണക്കപ്പെട്ടു. പാലക്കാടിന്റെ കിഴക്കൻ മേഖലകൾ കേരളത്തിന്റെ ഭാഗമായി. അങ്ങനെ ചിലതെല്ലാം പോവുകയും ചിലതെല്ലാം വരികയും ഒക്കെ ചെയ്ത് പുതിയ ഒരു ഭാഷാ സംസ്ഥാനം 56 നിലവിൽ വന്നു. ഈ വാദം ശക്തമായി നടക്കുന്ന സമയത്താണ് ഈ ഐക്യ കേരളം എന്ന സമരപ്രസ്ഥാനം ഉയർന്നു വരുന്നത്. 40കളുടെ മധ്യത്തിൽ ഐക്യ കേരളം എന്നത് പ്രധാനപ്പെട്ട ഒരു സമരമുദ്രാവാക്യമായി ഉയർന്നു വന്ന സമയത്ത് തിരുവിതാംകൂർ രാജാവും കേരളത്തിലെ വലിയൊരു വിഭാഗവും ഐക്യ കേരളം എന്ന ആശയത്തെ എതിർത്തുകൊണ്ടിരുന്നപ്പോൾ കൊച്ചി രാജാവ് ഐക്യ കേരളത്തെ പിന്തുണച്ചു എന്ന് മാത്രമല്ല, ഒരൈക്യ കേരളം നിലവിൽ വരുന്നതിന് വേണ്ടി തൻ്റെ രാജാധികാരവും സ്ഥാനമാനങ്ങളും കൈയൊഴിയാൻ, ഉപേക്ഷിക്കാൻ താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. കൊച്ചി രാജാവിൻ്റെ ഈ പ്രഖ്യാപനം വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട ഒന്നാണ്. മാതൃഭൂമി പോലുള്ള ദിനപത്രങ്ങൾ അതിനെ മുൻനിർത്തി അദ്ദേഹത്തെ വലിയ തോതിൽ പ്രകീർത്തിച്ചു. അദ്ദേഹത്തെ ഐക്യ കേരള തമ്പുരാൻ എന്നൊക്കെ വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ കൊച്ചി രാജാവ് വലിയ തോതിൽ പ്രകീർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് EMS കൊച്ചി രാജാവിൻ്റെ ഈ ഐക്യ കേരള പ്രഖ്യാപനത്തിനെതിരെ ഒരു ലഘുലേഖ എഴുതിയത്. ആ ലഘുലേഖയുടെ തലക്കെട്ട് വളരെ ശക്തമായ ഒരു വിമർശന സ്വഭാവമുള്ള തലക്കെട്ടാണ്. EMS അതിന് കൊടുത്ത തലക്കെട്ട് കൊച്ചി രാജാവിൻ്റെ ഐക്യ കേരള പ്രഖ്യാപനം ബ്രിട്ടീഷ് കമ്മത്തത്തിലടിച്ച കള്ളനാണയം എന്നായിരുന്നു. എന്തുകൊണ്ടാണ് സാർവത്രികമായി സ്വാഗതം ചെയ്യപ്പെട്ട ഐക്യ കേരള പ്രസ്താവനയെ EMS ഇതുപോലെ എതിർത്തത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളത്തിന് വേണ്ടി നിലകൊള്ളുന്ന അതേ സമയത്ത് കൊച്ചി രാജാവ് ഐക്യ കേരളത്തിനായി തൻ്റെ അധികാരം ഒഴിയാമെന്ന് പറയുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ടായിരിക്കും ഈ കൊച്ചി രാജാവിൻ്റെ ഐക്യ കേരള പ്രഖ്യാപനം തന്നെ ബ്രിട്ടീഷ് കമ്മട്ടത്തിലടിച്ച കള്ളനാണയമാണ് എന്ന വിമർശനം EMS ഉയർത്തിയത്? അതിനൊരു കാരണം മനസ്സിലാവണമെങ്കിൽ കൊച്ചി രാജാവ് പുറപ്പെടുവിച്ച ഐക്യ കേരള പ്രസ്താവനയിലൂടെ നാം നോക്കേണ്ടതുണ്ട്. അദ്ദേഹം പറഞ്ഞത് ചിരപുരാതനമായ ചേര സാമ്രാജ്യത്തിൻ്റെ ഓർമ്മകളെ ഉണർത്തുന്നതും പൗരാണികമായ കേരളത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ നിലനിർത്തുന്നതുമായ ഒരു കേരളത്തെയാണ് കൊച്ചി രാജാവ് ഐക്യ കേരളമായി സങ്കല്പിക്കുന്നത്. EMS തന്റെ ലേഖനത്തിൽ പറഞ്ഞത് പുതുതായി നിലവിൽ വരുന്ന ഐക്യ കേരളം എന്നതിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവണമെങ്കിൽ അത് ചിരപുരാതനമായ ചേര സാമ്രാജ്യത്തിന്റെ യാതൊരുവിധ മുദ്രകളും ഇല്ലാത്തതും കേരള സംസ്കാരം എന്ന് വാഴ്ത്തപ്പെടുന്ന ജാതി, ജന്മി, നാടുവാഴി മേധാവിത്വത്തിന്റെ എല്ലാ അവശിഷ്ടങ്ങളെയും തുടച്ചു മാറ്റിയതും മുഴുവൻ മനുഷ്യരുടെയും സമത്വത്തിലും പൗരാവകാശത്തിലും അധിഷ്ഠിതമായതുമായ ഒരു രാജ്യമായാൽ മാത്രമേ ഐക്യ കേരളത്തിന് അർത്ഥമുള്ളൂ. അതുകൊണ്ട് ചേര രാജാവ് വാണിരുന്ന പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയെന്നൊക്കെ സങ്കല്പിക്കപ്പെടുന്ന മധ്യകാലത്തെ മതാത്മകമായ രാജവാഴ്ചാനിഷ്ഠമായ ഒരു കേരളത്തെ പുനഃസ്ഥാപിക്കലല്ല ഐക്യ കേരളത്തിന്റെ ലക്ഷ്യം. മറിച്ച് അതിൻ്റെ എല്ലാ അടയാളങ്ങളെയും പറിച്ചു കളഞ്ഞ് ഒരാധുനിക ജനാധിപത്യ സമൂഹമായി കേരളത്തെ മാറ്റലാണ് ഐക്യ കേരളത്തിന്റെ ലക്ഷ്യം. മറിച്ച് കൊച്ചി രാജാവ് പറയുന്ന ഈ പൗരാണികമായ ജാതി, ജന്മി, നാടുവാഴി മേധാവിത്വമൊക്കെ ഓറലേൽക്കാതെ തുടരുന്ന ഈ കേരളം എന്ന സങ്കല്പം ആര് നിലനിർത്തുന്നതാണ്? ഇന്ത്യയിലെ കൊളോണിയൽ ഭരണകൂടങ്ങൾ തങ്ങളുടെ ജന്മനാട്ടിൽ, അതായത് ബ്രിട്ടനിലും മറ്റും, നാടുവാഴിത്വത്തെയും ഫ്യൂഡൽ ഭൂപ്രഭുത്വത്തെയും സമ്പൂർണമായി കടപറിച്ച് കളഞ്ഞിട്ടാണ് ആധുനിക മുതലാളിത്തത്തിലേക്ക് പ്രവേശിച്ചതെങ്കിൽ ഇന്ത്യയിൽ അത് ചെയ്തത് ഈ നാടുവാഴി ഭൂപ്രഭുത്വത്തെ തങ്ങളുടെ ഇടനിലപ്പണിക്കാരായി നിലനിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് കമ്പനിക്ക് ചുങ്കം പിരിക്കാനും കരം പിരിച്ചു നൽകാനും അവർക്ക് വേണ്ടി ഭരണം നടത്താനുമുള്ള ഒരു ഏജൻസിയായി ഇന്ത്യയിലെ ഭൂപ്രഭുക്കളെയും രാജാക്കന്മാരെയും നിലനിർത്തുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. അത്തരത്തിലുള്ള ഒരു രാജവാഴ്ച സങ്കല്പത്തിന്റെ തുടർച്ചയാണ്, അതായത് പ്രാചീനമായ മതാത്മക മൂല്യങ്ങളൊക്കെ നിലനിൽക്കുന്നതും മധ്യകാല രാജവാഴ്ചയുടെ അവശിഷ്ടങ്ങളൊക്കെ തുടരുന്നതും
എന്നാൽ ഭരണപരമായി മാത്രം ഏകീകരിക്കപ്പെട്ടതുമായ ഒരു ഭൂപ്രദേശമാണ് രാജാവ് ഐക്യ കേരളമായി സങ്കല്പിച്ചത്. മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐക്യ കേരളമായി സങ്കല്പിച്ചത് ഇങ്ങനെ ഭരണപരമായ ഏകീകരണത്തെയല്ല, ഭൂപ്രദേശങ്ങൾ ചേർന്ന് ഒരൊറ്റ രാജ്യമായി തീരുന്നതിനെയല്ല, മറിച്ച് നാടുവാഴിത്തം കടവറിഞ്ഞു പോകണം, ജന്മിവാഴ്ചയും ജാതി മേധാവിത്വവും ഇല്ലാതാകണം, മുഴുവൻ മനുഷ്യർക്കും തുല്യാവകാശങ്ങൾ ഉണ്ടാകണം, പൗരാണികമായ കേരളീയ സംസ്കാരം എന്നൊക്കെ വാഴ്ത്തപ്പെടുന്ന ജാതിബന്ധങ്ങളുടെയും ജീർണമായ ആചാരങ്ങളുടെയും ലോകം അവസാനിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, കൊച്ചി രാജാവ് ഐക്യ കേരളം എന്ന് പറയുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഐക്യ കേരളം എന്ന് പറയുന്നു. പേരൊന്നാണെന്നേ ഉള്ളൂ, രണ്ടിൻ്റെയും പൊരുള് വേറെ വേറെയാണ്. എന്നതുപോലെ ഇന്ത്യ എന്ന് നാം ഇന്ന് പറയുന്നത് ഭാരതം എന്ന് പറയപ്പെട്ടിരുന്ന പഴയ ഒരു പ്രദേശത്തിന്റെ ഭാരതഖണ്ഡം, ആർഷഭാരതം എന്നിങ്ങനെ പല പേരുകളിൽ പറയപ്പെട്ട പരാമർശിക്കപ്പെട്ട ഒരു ഭൂപ്രദേശത്തിന്റെ പുതിയ പേര് എന്ന നിലയിലല്ല നാം ഇന്ത്യ എന്ന് പറയുന്നു. ഭരണഘടനയിൽ ഇന്ത്യ വരുന്നത് അങ്ങനെ വെറും ഒരു പുതിയ പേരായിട്ട് മാത്രമല്ല, മറിച്ച് പുതിയ ഒരുപാട് മൂല്യങ്ങൾ, ആശയങ്ങൾ, ജീവിത സങ്കല്പങ്ങൾ ആ വാക്കിനോടൊപ്പം ചേർന്ന് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചകളിലൊക്കെ പലപ്പോഴും ഇന്ത്യ ആസ് ആൻ ഐഡിയ എന്ന് പറയുന്നത്. ഇന്ത്യ എന്നത് ഒരു സ്ഥലത്തിന്റെ പേരല്ല, മറിച്ച് ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ട ഒരു ജീവിതക്രമത്തെ കുറിച്ചുള്ള ഒരു പുതിയ ഭാവനയുടെ, ഒരു പുതിയ ആശയത്തിന്റെ പേര് കൂടിയാണ് ഇന്ത്യ. ഈ ആശയം എന്താണ് ഈ രാഷ്ട്രമായി വിഭാവനം ചെയ്യപ്പെടുന്നത്? ഇന്ത്യ എന്ന ആധുനിക രാഷ്ട്രമായി വിഭാവനം ചെയ്യപ്പെട്ടത് എന്താണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വാസ്തവത്തിൽ ഇന്ത്യൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന എന്താണ് ചെയ്യുന്നത്? 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടത്. എങ്കിലും 2 മാസം കഴിഞ്ഞ് 1950 ജനുവരി 26-നാണ് റിപ്പബ്ലിക് നിലവിൽ വന്നത്. റിപ്പബ്ലിക്കിനും ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടതിനും ഇടയിൽ 2 മാസത്തെ അകലമുണ്ട്. ആ 2 മാസത്തെ അകലം യാദൃച്ഛികമായിട്ട് ഉണ്ടായതല്ല, മറിച്ച് 1930 ജനുവരിയിലാണ് ദേശീയ പ്രസ്ഥാനം പൂർണ്ണ സ്വരാജ്, പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന പ്രമേയം പാസാക്കിയത്. ഞാൻ സാന്ദർഭികമായിട്ടൊരു കാര്യം പറയാം. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം 1930 സമ്മേളനത്തിൽ ദേശീയ പ്രസ്ഥാനം കോൺഗ്രസ് അംഗീകരിക്കുന്നതിനും 10 കൊല്ലം മുമ്പ് 1921 അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വാതന്ത്ര്യ പ്രമേയം ആദ്യമായി അവതരിപ്പിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ്. അന്ന് അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒന്നും സജീവമല്ലാത്തതുകൊണ്ട് അദ്ദേഹം കോൺഗ്രസിലാണ് പ്രവർത്തിക്കുന്നത്. ഹസ്രത് മൊഹാനി എന്ന പേരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ്. അങ്ങനെ 1930 ജനുവരിയിലാണ് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം ദേശീയ പ്രസ്ഥാനം അംഗീകരിച്ചത് എന്നതുകൊണ്ടാണ് അതിന്റെ 20-ാം വാർഷികം മുൻനിർത്തിയാണ് ഈ റിപ്പബ്ലിക് സ്ഥാപിതമായത്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നതും അതിന്റെ ആധാരരേഖയായ ഭരണഘടന എന്ന് പറയുന്നതും വെറുതെ രൂപപ്പെട്ടു വന്ന കുറെ പണ്ഡിതന്മാർ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തുണ്ടാക്കിയ നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും ഒരു സമാഹാരം അല്ല, മറിച്ച് ഇന്ത്യയെ കുറിച്ചുള്ള സവിശേഷമായ ഒരു കാഴ്ചപ്പാട് ആ ഭരണഘടനയിലുണ്ട്. 49 ജനുവരി 26-ന് നവംബർ 26-ന് ഭരണഘടനയുടെ കരട് അംഗീകരിക്കപ്പെട്ടതിന് പിന്നാലെ അതിന്റെ പിറ്റേ ദിവസങ്ങളിൽ, തൊട്ടടുത്ത ദിവസങ്ങളിൽ RSSന്റെ മുഖപത്രമായ ഓർഗനൈസർ ഭരണഘടനയ്ക്കെതിരെ മുഖപ്രസംഗം എഴുതി. അതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞത് ആ മുഖപ്രസംഗം. ഒന്ന്, ഭരണഘടനാ മൂല്യങ്ങൾ ഒന്നും തന്നെ പ്രതിഫലിക്കാത്തതാണ് ഈ ഭരണഘടന. 2 ആക്ഷേപങ്ങളാണ്. രണ്ടാമത്തേത് 100% ശരിയാണ് കേട്ടോ. കാരണം ഈ ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യം എന്ന് അവർ കരുതുന്നത് മനുസ്മൃതിയാണ്. ആ മനുസ്മൃതി കത്തിച്ച ആളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ രചയിതാവ്. അതുകൊണ്ട് രണ്ടാമത്തെ വാദം 100% ശരിയാണ്. കാരണം മനുസ്മൃതി മുമ്പോട്ട് പ്രകടമായ ആവിഷ്കാരമായ
അയിത്തം കുറ്റകൃത്യമാണ് എന്ന് എഴുതിയിട്ടുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. ലോകത്ത് അത്യപൂർവം ഭരണഘടനകളിൽ മാത്രമേ ഭരണഘടന നേരിട്ട് ചിലത് കുറ്റകൃത്യമാണെന്ന് പ്രഖ്യാപിക്കുന്നുള്ളൂ. കാരണം ഭരണഘടന പൊതുവെ തെറ്റേതാണ്, ശരി ഏതാണ്, കുറ്റം ഏതാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു രേഖയല്ല, പീനൽ കോഡല്ല, ക്രിമിനൽ നിയമങ്ങളുടെ സമാഹാരമല്ല ഭരണഘടന, മറിച്ച് രാഷ്ട്രത്തെ നിർവചിക്കലാണ്. അങ്ങനെ രാഷ്ട്രത്തെ നിർവചിക്കുന്ന ഭരണഘടന തന്നെ അതിനുള്ളിൽ ഒരു സാമൂഹികമായ പരിവർത്തനത്തിന്റെ സമ്മർദ്ദത്തെ കൂടി ഉൾച്ചേർക്കുന്നതാണ് അയിത്തം ആചരിക്കുന്നത് കുറ്റകരമാണ് എന്ന് ഇന്ത്യൻ ഭരണഘടന രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയിൽ ഇൻഹറന്റ് ആയിട്ടുള്ള ഒരു ശേഷി, സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു സമ്മർദ്ദം കൂടി ഭരണഘടനയ്ക്കുള്ളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഭരണഘടന എഴുതിയിട്ടുള്ളത്. സാധാരണ ഭരണഘടനകൾ അത് ചെയ്യാറില്ല. മറിച്ച് എന്താണ് ഈ സ്റ്റേറ്റ്, എന്താണ് അതിന്റെ സ്വഭാവം, എന്തൊക്കെയാണ് അതിന്റെ സ്ഥാപന രൂപങ്ങൾ എന്ന് പറയുകയല്ലാതെ സാമൂഹിക പരിവർത്തനത്തിനുള്ള ഒരു സമ്മർദ്ദമോ അതിനുള്ള ഒരു സ്വാധീനം ചെലുത്തുന്ന ഒരു ശക്തിയോ അതിന്റെ സ്രോതസ്സോ ഒന്നുമായിട്ട് ഭരണഘടനകളെ പൊതുവെ സങ്കല്പിക്കാറില്ല. പക്ഷേ ഇന്ത്യൻ ഭരണഘടനയിൽ അതുകൂടിയുണ്ട്. അതുകൊണ്ട് രണ്ടാമത്തെ വിമർശനം അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. മനുസ്മൃതിയുടെയോ ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന് അവർ വിളിക്കുന്ന ജാതി, വർണ്ണ, ധർമ്മത്തിന്റെയോ ബ്രാഹ്മണ പാരമ്പര്യത്തിന്റെയോ മൂല്യങ്ങളൊന്നുമില്ലാത്ത ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്നത് ശരിയാണ്. പക്ഷെ ആദ്യത്തെ വിമർശനത്തിന്റെ അർത്ഥം എന്താണ്? അത് നമ്മൾ ശ്രദ്ധാപൂർവം കാണേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടനകളിൽ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന. 1.25 ലക്ഷത്തിനടുത്ത് വാക്കുണ്ട്. ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഒന്നാണ്. അതിൽ വലിയൊരു പങ്ക് അംബേദ്കർ 1935 കൊളോണിയൽ ഭരണകൂടം ഉണ്ടാക്കിയ ഇന്ത്യ ഗവൺമെന്റ് ആക്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് ചർച്ച ചെയ്യുന്ന സമയത്ത്, ഈ ആക്ഷേപത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് അംബേദ്കർ പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന കേവലം ഒരു ഭരണഘടന മാത്രമായാൽ പോരാ, മറിച്ച് ഭരണനിർവഹണത്തിന്റെ സന്ദർഭങ്ങളിൽ എങ്ങനെയൊക്കെ ഭരണകൂടം പ്രവർത്തിക്കണം എന്നതിന്റെ വിശദാംശങ്ങൾ അതിനാവശ്യമുണ്ട്. എന്തുകൊണ്ട്? ജനാധിപത്യപരമായി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ആന്തരികമായി സ്വാംശീകരിച്ച ഒരു സമൂഹമല്ല ഇന്ത്യ. അന്നുമല്ല ഇന്നുമല്ല. കാരണം ജനാധിപത്യപരമായ ഒരു ജീവിതത്തെ, എന്താണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം? മനുഷ്യർ തുല്യരാണ് എന്ന സാഹോദര്യ ഭാവനയാണ്. ആ സാഹോദര്യ ഭാവനയെ അസാധ്യമാക്കുന്ന വിധത്തിൽ ഇന്ത്യൻ ജീവിതത്തിൽ വേരുപിടിച്ച, സഹസ്രാബ്ദങ്ങളായി വേരുപിടിച്ച ഒരു സംവിധാനത്തിന്റെ പേരാണ് ജാതി. അതുകൊണ്ട് ജാതി വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിന് സ്വാഭാവികമായി ജനാധിപത്യപരമായി കഴിയാൻ കഴിയില്ല. കാരണം ജാതി മനുഷ്യർക്കിടയിൽ തട്ടുകൾ ഉണ്ടാക്കുന്നു. ചില തട്ടുകൾ മുകളിലാണെന്നും ചില തട്ടുകൾ താഴെയാണെന്നും, എല്ലാ തട്ടിനും മുകളിലും താഴെയും വേറെ വേറെ തട്ടുകളുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഈ തട്ടുകളിൽ ആജീവനാന്തം ജീവിക്കാൻ മനുഷ്യനെ നിർബന്ധിക്കുന്ന വിഭജനത്തിന്റെ യുക്തിയാണ് ജാതിയുടെ. അതുകൊണ്ട് ജാതി ഒരു സമൂഹത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന കാര്യം, ആ സമൂഹത്തിന് ജനാധിപത്യത്തെ പൂർണ്ണമായിട്ട് സാക്ഷാത്കരിക്കാൻ കഴിയില്ല എന്നതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അംബേദ്കർ പറഞ്ഞത്. അതുകൊണ്ട് ഭരണനിർവഹണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഭരണകൂടം ജനാധിപത്യപരമായി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ് എന്ന വിശദാംശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ആവശ്യമുണ്ട്. കാരണം ഇന്ത്യൻ ഭരണകൂടമോ ഇന്ത്യൻ ജനാധിപത്യമോ സ്വാഭാവികമായി സാഹോദര്യത്തെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒന്നല്ല. നാം ഇന്ന് നേരിടുന്ന ചില വലിയ പ്രതിസന്ധികളെ അംബേദ്കർ മുൻകൂട്ടി കണ്ടിരുന്നു കേട്ടോ. അദ്ദേഹം സൂചിപ്പിച്ച 2 വലിയ വിപത്തുകളുണ്ട്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ഈ ഫാഷിസം ഇതിൻ്റെ ഉള്ളിലൂടെ വരുമെന്ന് അംബേദ്കർ പറയുന്നുണ്ട്. ഫാഷിസം എന്ന പേരിലല്ല അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നത്, മറിച്ച് പൊളിറ്റിക്കൽ മെജോറിറ്റിയെ കമ്മ്യൂണൽ മെജോറിറ്റി കൊണ്ട് പകരം വയ്ക്കാനുള്ള സാധ്യത ഇന്ത്യയിലുണ്ട്. രാഷ്ട്രീയ ജനാധിപത്യത്തെ, രാഷ്ട്രീയ ഭൂരിപക്ഷത്തെ വർഗീയ ഭൂരിപക്ഷമാക്കി മാറ്റാനുള്ള സാധ്യത ഉണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്കൽ മെജോറിറ്റിയെ നിങ്ങൾക്ക് ഇളക്കാം, ഡീസ്റ്റബിലൈസ് ചെയ്യാം, പക്ഷെ കമ്മ്യൂണൽ മെജോറിറ്റിയെ ഇളക്കാൻ പ്രയാസം. കമ്മ്യൂണൽ മെജോറിറ്റി ഉറയ്ക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം വോട്ടെടുപ്പിലൂടെ ഫാഷിസം വരുമെന്നാണ്.
വോട്ടെടുപ്പ് ജനാധിപത്യമാവുന്നല്ല, വോട്ടെടുപ്പിലൂടെ ഫാഷിസം വരും. നോക്കൂ, ജനാധിപത്യം എന്നതിൻ്റെ അർത്ഥം ഭൂരിപക്ഷ ഹിതം നടപ്പാക്കുക എന്നല്ല. അത് ജനാധിപത്യത്തെ കുറിച്ചുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണ്. ജനാധിപത്യപരമായ ഒരു സംവിധാനത്തെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രായോഗിക കാര്യപരിപാടിയാണ് ഭൂരിപക്ഷം ആർക്കാണെന്ന് അന്വേഷിക്കരുത്. അല്ലാതെ കേവല ഭൂരിപക്ഷം ജനാധിപത്യത്തിന്റെ മാനദണ്ഡമേ അല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, 100 പേരുള്ള ഒരു ഗ്രൂപ്പില് 99 പേർക്ക് ഒരു അഭിപ്രായമാണ്, ഒരാൾക്ക് വേറൊരു അഭിപ്രായമാണ് എന്നതുകൊണ്ട് അയാളെ പുറത്താക്കുകയോ അയാളെ തല്ലിക്കൊല്ലുകയോ അയാളെ ഇല്ലാതാക്കുകയോ ചെയ്യുന്നതിന്റെ പേരല്ല ജനാധിപത്യം, അത് ഫാഷിസമാണ്. മറിച്ച് അംബേദ്കർ ജനാധിപത്യത്തെ നിർവചിക്കുന്ന സവിശേഷമായ ഒരു രീതിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തരായിരിക്കാനും വ്യത്യസ്തതയുടെ പേരിൽ വേട്ടയാടപ്പെടാതിരിക്കാനുമുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. 100-ൽ 99 പേർക്ക് ഒരഭിപ്രായവും അവശേഷിക്കുന്ന ഒരാൾക്ക് മറ്റൊരഭിപ്രായവും ഉണ്ടെങ്കിൽ ആ ഒരാളുടെ അഭിപ്രായത്തെ നിലനിർത്താൻ ബാക്കിയുള്ളവർക്കുള്ള ശേഷിയുടെ പേരാണ് ജനാധിപത്യം. അല്ലാതെ ഒരാളുടെ അഭിപ്രായത്തെ ഇല്ലാതാക്കി എല്ലാവരും ഒരഭിപ്രായം പറയുന്നതിന്റെ പേരല്ല ജനാധിപത്യം. അതുകൊണ്ട് കേവല ഭൂരിപക്ഷ ഹിതം എന്നത് ജനാധിപത്യത്തിന്റെ മാനദണ്ഡമല്ല, വേറിട്ട് നിൽക്കാനുള്ള അവകാശത്തിന്റെ പേരാണ് ജനാധിപത്യം. ഇത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അത്രയും വ്യത്യസ്തങ്ങളായ ഭാഷകൾ, സംസ്കാരങ്ങൾ, മതരീതികൾ, ജീവിതക്രമങ്ങൾ, ഭക്ഷണശൈലികൾ ഇതൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ ജനാധിപത്യത്തെ ഭൂരിപക്ഷ ഹിതമാക്കിയാൽ ആ ഭൂരിപക്ഷ ഹിതം അതിൽ തന്നെ ഫാഷിസമാണ് നാം ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് ജനാധിപത്യത്തെ കേവല ഭൂരിപക്ഷം എന്ന തെറ്റിദ്ധാരണയിലേക്ക് കൂട്ടിച്ചേർക്കുക. അങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യതയുണ്ടെന്നും പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നതിനെ കമ്മ്യൂണൽ മെജോറിറ്റിയാക്കി മാറ്റി ജനാധിപത്യത്തെ അതിൻ്റെ തന്നെ സംവിധാനങ്ങളിലൂടെ അട്ടിമറിക്കാൻ ഇന്ത്യയിലുള്ള സാധ്യത വളരെ വലുതാണ് എന്നും ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ അംബേദ്കർ ചൂണ്ടിക്കാണിച്ചു. അതിനൊരു പ്രതിരോധമായി, അതിനൊരു തടസ്സമായിട്ട് അദ്ദേഹം നിർദ്ദേശിച്ച ഒരു കാര്യം ഇന്ന് വളരെ പ്രധാനമാണ്. അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന സവർണ ഹിന്ദുക്കളുടെ എണ്ണം നിജപ്പെടുത്തണം. ഇന്ത്യൻ പാർലമെന്റിൽ എത്ര ഹിന്ദുക്കളാകാം, ഒരു നിയമസഭയിൽ എത്രയാകാം? ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം. UP-യിൽ 80 ലോകസഭാ സീറ്റുകളാണ് ഉത്തർപ്രദേശ്. അവിടുത്തെ ജനസംഖ്യയിൽ ഏതാണ്ട് 20% മുസ്ലിങ്ങളാണ്. ഏതാണ്ട് 10-18 കോടി മനുഷ്യരും മറ്റോ 20% മുസ്ലിങ്ങളാണ്. ഈ 80 MP-മാരിൽ മുസ്ലിമായിട്ട് ഒരാൾ പോലും ഇല്ല. ഈ 80 പേരും തെരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യത്തിന്റെ പേരില്ല. പൊളിറ്റിക്കൽ മെജോറിറ്റി എന്നത് കമ്മ്യൂണൽ മെജോറിറ്റി ആയതാണ്. ആ കമ്മ്യൂണൽ മെജോറിറ്റി തുടരാം. കാരണം നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമൂഹത്തെ മുൻനിർത്തിയോ രാഷ്ട്രീയ ആശയങ്ങളെ മുൻനിർത്തിയോ പൊതുജീവിതം എങ്ങനെയാകണമെന്ന ആശയത്തെ മുൻനിർത്തിയോ ഒന്നുമല്ല. മറിച്ച് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് കൃത്രിമമായി കെട്ടിയുണ്ടാക്കിയ ഒരു മതസ്വത്വത്തെ മുൻനിർത്തിയാണ്. മറ്റെല്ലാറ്റിനും മുകളിൽ മതസ്വത്വത്തെ പ്രതിഷ്ഠിക്കുക എന്നുള്ളതാണ് വർഗീയതയുടെ ആധാരതത്വം. സമ്പത്തിന്, സംസ്കാരത്തിന്, ഭാഷയ്ക്ക്, സാമൂഹ്യ ജീവിതത്തിന്, രാഷ്ട്രീയ അഭിപ്രായങ്ങൾക്ക് എല്ലാം മുകളിൽ മതത്തെ പ്രതിഷ്ഠിക്കുക. അങ്ങനെ മതപരമായ ഒരു ഐഡന്റിറ്റിയെ ഉള്ളൂ, ബാക്കിയൊക്കെ തെറ്റാണ്, വിധിയാണ് എന്ന് വരുത്തി തീർക്കുക. അങ്ങനെ വരുത്തി തീർത്ത് കൃത്രിമമായ ഒരു മതസ്വത്വം ഉണ്ടാക്കി തങ്ങളുടെ പൗരത്വത്തിന്റെ ആധാരം മതമാണ് എന്ന് മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് ആ തെറ്റിദ്ധാരണയെ രാഷ്ട്രീയമായ ഭൂരിപക്ഷത്തിന് പകരം ഭൂരിപക്ഷമാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയില് വർഗീയത മേൽക്കൈ നേടും എന്ന് അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ചർച്ചകളിൽ പറഞ്ഞു. അത് ചെറുക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന അസംബ്ലിയിൽ അംഗങ്ങളാകാവുന്ന, പാർലമെന്റിൽ അംഗങ്ങളാകാവുന്ന ഓരോ മതവിഭാഗങ്ങളുടെയും എണ്ണത്തിന് ക്രമം വേണം, കണക്ക് വേണം എന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പാർലമെന്റിൽ അത് പാസ്സായില്ല. അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിക്കപ്പെട്ടില്ല. അദ്ദേഹത്തിന്റെ പല നിർദ്ദേശങ്ങളും അംഗീകരിക്കപ്പെട്ടില്ല കേട്ടോ. അദ്ദേഹം ഇപ്പോ വ്യവസായങ്ങളൊക്കെ പൊതുസ്വത്താക്കി മാറ്റണം എന്ന് വാദിച്ച ആളാണ്. സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് അംബേദ്കറുടെ വീക്ഷണം മിക്കവാറും സോഷ്യലിസ്റ്റ് വീക്ഷണമാണ്.
നമ്മുടെ ഭരണഘടനയിൽ അത് കാണുന്നില്ല. അങ്ങനെ പലതും. പക്ഷേ നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഒരു കാര്യമുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, അത് പഴയ പൗരാണികമായ ഒരു ഭരണഘടനാ മൂല്യം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജാതിയുടെയും വർണ്ണധർമ്മത്തിന്റെയും മൂല്യങ്ങളെ തട്ടിമാറ്റി ജാതി വർണ്ണധർമ്മ മൂല്യങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ ആശയത്തെ തട്ടിമാറ്റി ആധുനിക ജനാധിപത്യത്തെയും സമത്വത്തെയും സാമൂഹിക നീതിയെയും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യമാക്കി. അത് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ കാണാം. ഭരണഘടനയുടെ ആമുഖം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഭരണഘടന ആരംഭിക്കുന്നത് പ്രത്യേകമായ ഒരു വാക്യത്തിലാണ്. എന്താണ് ഇന്ത്യ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഭരണഘടനയുടെ ഒന്നാമത്തെ വാക്യമാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. എന്താണ് ഇന്ത്യ എന്നതിന്റെ ഉത്തരം ഈ വാക്യമാണ്. അതൊരു മതമല്ല, അതൊരു ഭാഷയല്ല, അതൊരു ജാതിയോ സംസ്കാരമോ പ്രദേശമോ അല്ല. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ. ഇത് ലളിതമായിട്ട് വന്ന ഒരു തലക്കെട്ട്, ഒരു ആദ്യവാചകമല്ല കേട്ടോ. ഭരണഘടനാ അസംബ്ലിയിലെ ചർച്ചയിൽ ഏറ്റവും അവസാനമാണ് പ്രിയാമ്പിൾ ചർച്ചയ്ക്കെടുക്കുന്നത്, ഈ ആമുഖം ചർച്ചയ്ക്കെടുക്കുന്നത്. നെഹ്റുവാണ് അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. അത് പരിഷ്കരിച്ച് അവസാന ചർച്ചയ്ക്ക് അവതരിപ്പിക്കുന്നത് അംബേദ്കറാണ് ഫ്രറ്റേണിറ്റി, സാഹോദര്യം എന്ന വാക്ക് പ്രിയാമ്പിളിലേക്ക് കൊണ്ടുവന്നത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അംബേദ്കർ ഈ സാഹോദര്യം എന്ന വാക്കിന് കൊടുക്കുന്ന സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ജനാധിപത്യം ഒരു സമൂഹത്തിൽ നിലനിൽക്കണമെങ്കിൽ അതിന് അടിസ്ഥാനമായി 3 തത്വങ്ങൾ വേണം. അത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അദ്ദേഹം പറയുക, സമത്വമില്ലാത്ത സ്വാതന്ത്ര്യം എന്നത് ഒരു ന്യൂനപക്ഷത്തിന് മഹാഭൂരിപക്ഷത്തെ ചൂഷണം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം മാത്രമാണ്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് അർത്ഥം വേണമെങ്കിൽ സ്വാതന്ത്ര്യം സമത്വത്തോടൊപ്പമേ വന്നിട്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ അംബാനിയും സ്വതന്ത്രനാണ്, ഞാനും സ്വതന്ത്രനാണ് എന്ന് പറയുന്ന യുക്തിക്ക് അപ്പുറത്തേക്ക് അത് പോയില്ല. തിരിച്ച് സ്വാതന്ത്ര്യമില്ലാത്ത സമത്വമാണെങ്കിൽ വ്യക്തികളുടെ ഇച്ഛകൾക്കും അഭിലാഷങ്ങൾക്കും അവിടെ യാതൊരു പ്രസക്തിയും ഉണ്ടാകില്ല. അതുകൊണ്ട് സമത്വവും സ്വാതന്ത്ര്യവും അന്യോന്യം പൂരിപ്പിക്കുന്ന ആശയങ്ങളാണ്, തമ്മിൽ ഇണങ്ങി നിൽക്കുന്ന ആശയങ്ങളാണ്. പിന്നീട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പക്ഷേ ഈ സമത്വബോധവും സ്വാതന്ത്ര്യബോധവും ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സഹജമായി നിലനിൽക്കണമെങ്കിൽ ആ സമൂഹത്തിൽ നിലീനമായിരിക്കുന്ന നിലയിൽ അതിൻ്റെ ഉള്ളിൽ സാഹോദര്യ ഭാവന വേണം. സാഹോദര്യ ഭാവനയുടെ അഭാവത്തിൽ അതില്ലെങ്കിൽ സമത്വത്തെയും സ്വാതന്ത്ര്യത്തെയും നിലനിർത്താൻ നിങ്ങൾക്ക് ബലപ്രയോഗം നടത്തേണ്ടി വരും, പോലീസിന് വേണ്ടി. അതുകൊണ്ട് പോലീസിങ്ങിലൂടെയും ബലപ്രയോഗത്തിലൂടെയും അല്ലാതെ ഒരു സമൂഹത്തിന്റെ സ്വാതന്ത്ര്യബോധവും ആ സമൂഹത്തിന്റെ സമത്വഭാവനയും നിലനിൽക്കാൻ ആധാരമായ മൂല്യം സാഹോദര്യ ഭാവനയാണ് എന്ന് അദ്ദേഹം പറയും. തീർന്നില്ല. അദ്ദേഹം പറയുന്ന പിന്നീടൊരു വാക്യമുണ്ട്. 1956 മതപരിവർത്തനത്തിന് ശേഷം മരണത്തിന് തൊട്ട് മുമ്പായി നടത്തിയ റേഡിയോ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഐ ആം ബോറോയിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഫ്രറ്റേണിറ്റി നോട്ട് ഫ്രം ഫ്രഞ്ച് റവല്യൂഷൻ ബട്ട് ഫ്രം ദ റിലീജിയൻ ഫ്രം മൈ ലോർഡ് ബുദ്ധ. ഞാൻ ഈ ആശയം സ്വീകരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിൽ നിന്നല്ല, മറിച്ച് മതത്തിൽ നിന്നാണ്, എൻ്റെ മഹാഗുരുവായ ബുദ്ധനിൽ നിന്നാണ്. ഇത് പുതിയൊരു ഭാവനയാണ്. കാരണം ഇന്ത്യയുടെ ഭൂതകാലത്തിനുള്ളിൽ അത്രമേൽ ആഴത്തിൽ വേര് പിടിച്ചു കിടക്കുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ ഇന്ത്യയുടെ അതിപ്രാചീനമായ ഒരു ഭൂതകാലത്തിൽ നിന്നും മറ്റൊരു മൂല്യത്തെ ഉയർത്തിക്കൊണ്ടുവന്ന് ബ്രാഹ്മണ്യം ഉയർത്തിയ സാംസ്കാരിക മൂലധനത്തെ ബുദ്ധമതത്തിന്റെ സാംസ്കാരിക ബലം കൊണ്ട് നേരിടുന്ന ഒരു എതിർ രാഷ്ട്രീയ ഭാവനയെ നമ്മുടെ രാഷ്ട്രസങ്കല്പത്തിന്റെ കേന്ദ്രത്തിലേക്ക് കൂട്ടിയിണക്കിക്കൊണ്ടാണ് അംബേദ്കർ ഭരണഘടനയുടെ ആമുഖത്തിൽ സാഹോദര്യം എന്ന വാക്കിനെ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ട് സാഹോദര്യം എന്നതൊരു ചെറിയ വാക്കല്ല. ഞാൻ സമഗ്രമായിട്ട് പറയാം, അംബേദ്കർ ഈ പണിയെല്ലാം ചെയ്യുന്നതിനും 10-70 വർഷം മുമ്പ് കേരളത്തിൽ ഒരാള് ഇത് പറഞ്ഞിരുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം.
ഈ സോദരത്വേന വാഴുക എന്നത് ഒരു രാഷ്ട്രീയ ആദർശമാണ്. അതാണ് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം. നരേന്ദ്രഗുരു ജനാധിപത്യത്തൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ സോദരത്വേന. ആ സോദരത്വേനയാണ് ഭരണഘടനയിൽ വന്നത്. അതാണ് വിദ്യാലയങ്ങളിലൊക്കെ നാം പോയി പണ്ട് പ്രതിജ്ഞ എടുത്തിരുന്നത്. ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണ്. അതൊരു വെറും വാക്യമല്ല, അത് ഈ രാഷ്ട്രത്തെ നിർവചിക്കുന്ന ഒരു ആധാര തത്വം ആ വാക്യത്തിലുണ്ട്, സാഹോദര്യം എന്നത്. ഈ സാഹോദര്യത്തെയും സമഭാവനയെയും നമ്മുടെ രാഷ്ട്ര ശരീരത്തിന്റെ അടിസ്ഥാന യുക്തിയായി അവതരിപ്പിക്കുന്നതാണ് ഭരണഘടനയുടെ പ്രിയാമ്പിൾ. ആ ഭരണഘടനയുടെ പ്രിയാമ്പിള് ചർച്ചയ്ക്ക് വന്നപ്പോൾ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ അധ്യക്ഷൻ. അദ്ദേഹം പറഞ്ഞു, ഇന്ത്യ ഒരു സെക്യുലർ രാജ്യമായിരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു. സെക്യുലർ രാജ്യമാകാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ ദൈവനാമത്തിൽ ആരംഭിക്കുന്നത് ശരിയല്ല, യുക്തമല്ല. അതുകൊണ്ട് ഈ ഭേദഗതി ഒഴിവാക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. കാമത്ത് വഴങ്ങിയില്ല. ബംഗാളിൽ നിന്നുള്ള ഒരു വനിതാംഗം, അവരുടെ പേര് മീനാക്ഷി മുഖർജി എന്നോ മറ്റോ ആണ്, അവര് പറഞ്ഞത് ഭരണഘടനാ ഭേദഗതി പിൻവലിക്കണം, പിൻവലിച്ചില്ലെങ്കിൽ വോട്ടിനിടണം. അപ്പൊ അവര് പറഞ്ഞു, ദൈവത്തെ വോട്ടിനിടരുത്, അതുകൊണ്ട് ഭേദഗതി പിൻവലിക്കണം. കാമത്ത് വഴങ്ങിയില്ല. അവസാനം വോട്ടിനിട്ടു. ദൈവത്തിന് 43 വോട്ടും നാട്ടുകാർക്ക് 68 വോട്ടും കിട്ടി. അങ്ങനെയാണ് ഈ ഇൻ ദ നെയിം ഓഫ് ഗോഡ് മാറി വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് വന്നത്. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ദേശീയതയുടെ ചരിത്രത്തിലെ 2 ധാരകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ആ വോട്ടെടുപ്പ്. എന്താ 2 ധാര? 19ാം നൂറ്റാണ്ട് അവസാനം ഇന്ത്യ എന്ന ഒരു ആശയം ദേശീയ ഭാവന ശക്തിപ്പെട്ടു തുടങ്ങിയതിന് ശേഷം ആദ്യഘട്ടത്തിൽ അത് ഉപരിവർഗത്തിന്റെയും മധ്യവർഗത്തിന്റെയും ഒരു എന്താ പറയാ സൈദ്ധാന്തികമോ ആശയപരമായോ ആയ ഒരു ധാരണയായിരുന്നു ഘോഷ്, രാംപ്രസാദ് ബിസ്മില് അല്ലെങ്കിൽ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആശയങ്ങൾ, ഇതെല്ലാം ചേർന്ന് രൂപപ്പെടുന്ന ഒന്നായിരുന്നു അന്നത്തെ ദേശീയതാ സങ്കല്പം. ലളിതമായി പറഞ്ഞാൽ മിലിറ്റന്റ് ഹിന്ദു നാഷണലിസം എന്ന് വിളിക്കാവുന്ന ഒന്ന്. ബലിഷ്ഠമായ ഒരു മതാത്മക ദേശീയതയാണ് അക്കാലത്തെ. അതിന്റെ വലിയ നേതാവായിരുന്നു തിലകൻ. അതുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന് കരുതിയത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനത്തെ മാത്രമാണ്. എന്നാൽ അംബേദ്കർ സ്വാതന്ത്ര്യം എന്ന് കരുതിയത് ബ്രിട്ടീഷുകാരിൽ നിന്നുള്ള മോചനത്തെ അല്ല, ജാതി മർദ്ദനത്തിൽ നിന്നുള്ള മോചനത്തെയാണ്. ഇത് രണ്ടും സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ അംബേദ്കർ ഗാന്ധിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഒരിടത്ത് അംബേദ്കറോട് ഗാന്ധിജി പറയും, അങ്ങയുടെ പ്രവർത്തനങ്ങൾ, താങ്കളുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിയെ, നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യപ്രാപ്തിയെ വൈകിപ്പിക്കും എന്നാ ഗാന്ധിജി പറഞ്ഞു. അംബേദ്കർ ഗാന്ധിയോട് കർക്കശമായ ഒരു വാക്യം മറുപടിയായി പറഞ്ഞത്, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. മിസ്റ്റർ ഗാന്ധി, ഞങ്ങൾക്കൊരു മാതൃരാജ്യമില്ല. അത് വലിയൊരു നടുക്കമുണ്ടാക്കുന്ന പ്രഖ്യാപനമാണ്. ഗാന്ധിജി തന്നെ നടുങ്ങിപ്പോയൊരു പ്രസ്താവനയാണ്. കാരണം വഴി നടക്കാൻ അവകാശമില്ലാത്ത, പൊതുക്കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ അവകാശമില്ലാത്ത, വിദ്യാലയങ്ങളിൽ പ്രവേശനാധികാരമില്ലാത്ത, അക്ഷരം പഠിച്ചുകൂടാത്ത, പകൽ വെളിച്ചത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പോലും അധികാരമില്ലാത്ത കോടാനുകോടി മനുഷ്യർക്ക് ഇതാണ് അവരുടെ മാതൃരാജ്യം എന്ന് പറയുന്നതിൽ എന്തർത്ഥാണുള്ളത്? നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു രാജ്യം മാതൃരാജ്യമാകുന്നത്? നിങ്ങൾക്ക് കൂടി അധികാരമുള്ള ഒന്നായി തീരുമ്പോഴാണ്. എടശ്ശേരി ഗോവിന്ദൻ പഴയ ഒരു കവിതയിൽ പറയുന്നുണ്ട്, കുടിയിറക്കം എന്ന പേരിൽ അദ്ദേഹം ഒരു കവിത എഴുതിയപ്പോൾ അതിൽ ഈ പ്രശ്നം വേറൊരു രൂപത്തിൽ പറയുന്നുണ്ട്. കുടിയിറക്കപ്പെടും കൂട്ടരെ പറയുവിൻ പറയുവിൻ, ഏത് ദേശക്കാർ നിങ്ങൾ, പ്രസവിച്ചത് ഇന്ത്യയായി, പ്രസവിച്ചത് ഇംഗ്ലണ്ടായി, പ്രസവിച്ചത് ആഫ്രിക്കൻ വൻകരയായി. തുടർന്ന് പറയും, അതുകൊണ്ട് എന്തുണ്ട്, ആർക്കാനും ഉടമയോരാത്ത ഭൂപടമേലും പാഴ്വരയ്ക്ക് അർത്ഥമുണ്ടോ? നിങ്ങൾക്ക് ഉടമാവകാശമില്ലെങ്കിൽ ഭൂപടം എന്ന് പറയുന്നത് ഒരു പാഴ്വരയാണ്. നിങ്ങൾക്ക് ഉടമാവകാശം വരുമ്പോഴാണ് നിങ്ങളുടെ രാജ്യമാകുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ രാജ്യം എന്നത് ഒരു അതിർത്തി വരയുടെ പേരല്ല. ആ അതിർത്തിക്കുള്ളിലുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സ്വാധികാരമാണ്. നിങ്ങൾക്ക് വഴി നടക്കാൻ, നിങ്ങൾക്ക് പഠിക്കാൻ,
നിങ്ങൾക്ക് തൊഴിലെടുക്കാൻ, മനുഷ്യാന്തസ്സോടെ ജീവിക്കാൻ അധികാരമുള്ള ഒരു ദേശത്തെ മാത്രമേ, ഒരു രാജ്യത്തെ മാത്രമേ മാതൃരാജ്യം എന്ന് വിളിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് അംബേദ്കർ ഗാന്ധിയോട് പറഞ്ഞു, മിസ്റ്റർ ഗാന്ധി, വി ഡോണ്ട് ഹാവ് എ മദർലാൻഡ്. മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം വൈകുന്നാണല്ലോ അന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഒന്നില്ല. ഇത് അംബേദ്കർ ഗാന്ധിക്കെതിരെ നടത്തുന്ന ഒരു യുദ്ധമല്ല, മറിച്ച് ഇന്ത്യ എന്ന സമൂഹത്തിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള വളരെ ആഴമേറിയ ഒരു സൂചനയാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ അവസാനിക്കില്ല. അത് ഒരു ഭാഗത്ത് ബ്രിട്ടനിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, മറുഭാഗത്ത് ജാതിമർദ്ദനത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവുമാണ്. അതൊരു ഭാഗത്ത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്, മറുഭാഗത്ത് സാമൂഹിക സ്വാതന്ത്ര്യവും സാമ്പത്തിക സ്വാതന്ത്ര്യവും കൂടിയാണ്. അതുകൊണ്ടാണ് ജനാധിപത്യത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് അതൊരു ട്രീറ്റിയാണ്, ഒരു തൃത്വമാണ്. പൊളിറ്റിക്കൽ ഡെമോക്രസി, സോഷ്യൽ ഡെമോക്രസി ആൻഡ് എക്കണോമിക് ഡെമോക്രസി. സാമ്പത്തികവും സാമൂഹികവുമായ ജനാധിപത്യത്തിന്റെ അഭാവത്തിൽ രാഷ്ട്രീയ ജനാധിപത്യത്തിന് വലിയ അർത്ഥമൊന്നുമില്ല. അംബേദ്കർ ഭരണഘടനാ അസംബ്ലി ചർച്ചകൾ ഉപസംഹരിച്ചുകൊണ്ട് 1949 ജനുവരി 26 ചർച്ചയിൽ അദ്ദേഹം പറയുന്ന ചില വാക്യങ്ങൾ ഇങ്ങനെയാണ്: Now we are entering into a system where one man, one vote and one vote, one value. നമ്മൾ എല്ലാവരും ഒരു പുതിയ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാവർക്കും ഓരോ വോട്ട്, എല്ലാ വോട്ടിനും തുല്യ മൂല്യം. വൺ മാൻ, വൺ വോട്ട്, വൺ വോട്ട്, വൺ വാല്യൂ. പിന്നാലെ അദ്ദേഹം പറയുന്നത്, but we are far away from creating a system where one man, one value. പക്ഷെ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുന്നതിൽ നിന്ന് നാം കാതങ്ങൾ അകലെയാണ്. ആ എല്ലാ മനുഷ്യർക്കും തുല്യ മൂല്യമുള്ള ഒരു സമൂഹം എന്നതാണ് ഇന്ത്യ എന്ന ആശയത്തിന്റെ അടിപ്പടവും. അതല്ലാതെ വർണ്ണധർമ്മം ഓരോരുത്തർക്കായി നീക്കിവെച്ച സ്ഥാനങ്ങളിലേക്ക് മനുഷ്യരെ തള്ളി മാറ്റി, ജാതി ശ്രേണിയുടെ പല പല തട്ടുകളിലേക്ക് ഓരോരുത്തരെയായി മാറ്റി മാറ്റി നിർത്തി, പല തട്ടുകളായി ചെതറിക്കിടക്കുന്ന മനുഷ്യർ തമ്മിൽ തൊട്ടുകൂടാനും തീണ്ടിക്കൂടാനും കണ്ടുകൂടാനും വയ്യാത്ത വിചിത്രമായൊരു ജീവിതക്രമത്തിന്റെ മുകളിലല്ല ഇന്ത്യ നിലനിൽക്കുക. ഇന്ത്യ ആസ് ആൻ ഐഡിയ, ഇന്ത്യ എന്ന ആശയം അത് സ്വാതന്ത്ര്യ സങ്കല്പത്തിലാണ്, സമത്വ സങ്കല്പത്തിലാണ്, ജനാധിപത്യ സങ്കല്പത്തിലാണ്, ഇതിനെയെല്ലാം സംഗ്രഹിക്കുന്ന സാഹോദര്യ സങ്കല്പത്തിലാണ് ഇന്ത്യ എന്ന ആശയം അടിയുറച്ചിട്ടുള്ളത്. അതുകൊണ്ട് 1920-കൾ വരെ തിലകന്റെയൊക്കെ നേതൃത്വത്തിൽ ഉയർന്നു വന്ന മതദേശീയതാ സങ്കല്പം, മതരാഷ്ട്ര സങ്കല്പം, ആ മതരാഷ്ട്ര സങ്കല്പത്തെ തിരുത്തിക്കൊണ്ടാണ് 1920 മുതൽ 50 വരെയുള്ള 3 പതിറ്റാണ്ട് കാലത്ത് ഇന്ത്യൻ ദേശീയത മറ്റൊരു ചുവട് വെച്ചത്. അത് മിലിറ്റന്റ് ഹിന്ദു നാഷണലിസത്തിന് പകരം പോപ്പുലർ ആന്റി ഇമ്പീരിയൽ നാഷണലിസത്തെ ഉയർത്തിക്കൊണ്ടു. ബലിഷ്ഠമായ മതദേശീയത എന്നതിന് പകരം ബലിഷ്ഠമായ ഹൈന്ദവ ദേശീയത, ആ ഹൈന്ദവ ദേശീയതാ സങ്കല്പത്തിന്റെ ഉത്തമ പ്രതിനിധിയാണ് ഗാന്ധി വധക്കേസിലെ പ്രതിയായി തീർന്ന സവർക്കർ. ഞാനതിലേക്ക് പിന്നാലെ വരാം. അതൊരു ദേശീയതാ സങ്കല്പമാണ്. സവർക്കർ ഒരു ദേശീയതാ സങ്കല്പത്തിന്റെ പ്രതിനിധിയാണ്. ആ ദേശീയതാ സങ്കല്പം മുമ്പോട്ട് വച്ച ബലിഷ്ഠമായ രാഷ്ട്രഭാവനയുടെ മറുപുറത്താണ് ഗാന്ധിജി നിലകൊണ്ടത്. 1915 ഗാന്ധി ഇന്ത്യയിലേക്ക് വന്നു. ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം അവസാനിപ്പിച്ചു. അദ്ദേഹത്തിന് 45 വയസ്സായി. അദ്ദേഹം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ചു. 1917 അദ്ദേഹം ഒരു സമരം തുടങ്ങി. ആ സമരം ചമ്പാരൻ സത്യാഗ്രഹം. എന്താണ് ചമ്പാരൻ സത്യാഗ്രഹത്തിലെ മുദ്രാവാക്യം? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്നല്ല, ഹിന്ദുമതം സംരക്ഷിക്കണമെന്നല്ല, അങ്ങനെ ഒരു മുദ്രാവാക്യമല്ല. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു പുതിയ മുദ്രാവാക്യം വരുന്നു: കർഷകർക്ക് വിളവിന് വില കിട്ടണം. പിന്നീട് ഗാന്ധി പല മുദ്രാവാക്യങ്ങൾ ഉണ്ടാക്കി. 1930 അദ്ദേഹം പറഞ്ഞു ഉപ്പിന് നികുതി കൊടുക്കാൻ പറ്റില്ല. ഉപ്പിന് മുകളിൽ ചുമത്തിയ നികുതിയെ ഗാന്ധി വെല്ലുവിളിച്ച് സമരത്തിനിറങ്ങിയ സമയത്ത് AICC-യില് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ മിക്കവാറും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം സമരം ചെയ്യാൻ പാകത്തിന് കുറച്ചുകൂടി കനമുള്ള എന്തെങ്കിലും മുദ്രാവാക്യമൊക്കെ വേണം എന്നാണ് ആളുകൾ കരുതിയത്, നെഹ്റു അടക്കം. ഗാന്ധി പക്ഷേ മറിച്ച് ഗാന്ധിക്ക് 2 വാദങ്ങളുണ്ടായിരുന്നു. ഒന്ന്,
അവസാനത്തെ ആളെയും സ്പർശിക്കുന്നതായിരിക്കണം മുദ്രാവാക്യം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോകണമെന്ന് പറഞ്ഞാൽ അന്ന് ഇന്ത്യയിൽ സമരം ചെയ്താൽ ഇന്ത്യൻ ജനസംഖ്യയുടെ 10% പോലും ആ മുദ്രാവാക്യം സ്പർശിക്കില്ല. മറിച്ച് ഉപ്പിന് നികുതി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അന്നത്തെ നികുതി ചെറിയൊന്നുമല്ല കേട്ടോ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ വരുമാനത്തിന്റെ ഏതാണ്ട് 20% ലഭിച്ചിരുന്നത് ഈ ഉപ്പിന്റെ മുകളിലുള്ള നികുതി. ഉപ്പുണ്ടാക്കാനുള്ള ചെലവിന്റെ 130 മടങ്ങാണ് ടാക്സ് ആയിട്ട് ചുമത്തിയിരുന്നതാണ്. അങ്ങനെ അതിഭീമമായി നികുതി ചുമത്തപ്പെട്ട ഒന്നായിരുന്നു. അതാകട്ടെ ഏതു മനുഷ്യനും ആവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് അവസാനത്തെ ആളെയും സ്പർശിക്കുന്ന ഒരു ഭൗതിക പ്രശ്നത്തിൽ നിന്ന് രാഷ്ട്രീയ സമരം ആരംഭിക്കുക. ഗാന്ധിയെ കുറിച്ച് എഴുതിയ പഠനത്തിൽ ഇർഫാൻ ഹബീബ് പറയുന്ന ഒരു കാര്യം, അമൂർത്തമായ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയല്ല, മറിച്ച് ജനങ്ങളുടെ നിത്യജീവിതത്തിൽ വേര് പിടിച്ചു നിൽക്കുന്ന ഭൗതിക പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക എന്ന ഇടതുപക്ഷ തന്ത്രം ഇന്ത്യയിൽ ഫലപ്രദമായി ആദ്യം പ്രയോഗിച്ചത് ഗാന്ധിജിയാണ്. കർഷകർക്ക് വിളവിന് വില കിട്ടണം എന്ന് പറയുന്നതോടെ കർഷകർ എന്ന പുതിയ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് മതങ്ങൾക്ക് കുറുകെ പോകും, ജാതിക്ക് കുറുകെ പോകും, ഭാഷകൾക്കും പ്രദേശങ്ങൾക്കും കുറുകെ പോകും. ആ കർഷകരുടെ ഐക്യത്തെയാണ് നമ്മൾ ഫാഷിസത്തിന്റെ സമകാല രൂപത്തെ ആദ്യമായി തോൽപ്പിച്ച ഒരു വർഗൈക്യമായിട്ട് ഈ ഡൽഹിയിലെ കർഷക സമരത്തിൽ അടുത്ത ദിവസങ്ങളിൽ കണ്ടത്. അടിസ്ഥാന ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് സമരം തുടങ്ങുക, അമൂർത്ത രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളല്ല, അടിസ്ഥാന പ്രശ്നങ്ങൾ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കൈവന്ന ഒരു സവിശേഷ സ്വഭാവം, അത് മതത്തെ മുൻനിർത്തിയും സംസ്കാരത്തെ മുൻനിർത്തിയും ഭാഷയെ മുൻനിർത്തിയും ഒക്കെ ഉണ്ടാക്കിയ പഴയ മുദ്രാവാക്യങ്ങളെ ഒക്കെ മാറ്റിവെക്കുകയും കൃഷിയെ മുൻനിർത്തി പരുത്തി കർഷകർക്ക് തങ്ങളുടെ പരുത്തി വിൽക്കാൻ പറ്റണമെന്ന് വാദിച്ച്, ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ വിപണി വേണമെന്ന് വാദിച്ച്, ഉപ്പിന് നികുതി കൊടുക്കില്ല എന്ന് വാദിച്ച്, ഐത്തമില്ലാതാക്കണമെന്ന് വാദിച്ച് ഒക്കെ സമരത്തെ അതിന്റെ ഭൗതിക ജീവിത പരിസരങ്ങളിലേക്ക് കൂടുതലായിട്ട് വിന്യസിച്ചു. അങ്ങനെ വിന്യസിക്കപ്പെട്ടപ്പോ കർഷകർ ഒത്തുചേർന്നു, തൊഴിലാളികൾ ഒത്തുചേർന്നു. ഇതേ കാലത്ത് തന്നെ 1920കളിലും 30കളിലുമായിട്ട് ഇന്ത്യയിൽ കർഷക സംഘടനകൾ വന്നു, സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം വന്നു, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു. ഇവരൊക്കെ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു സാമ്രാജ്യത്വ വിരുദ്ധമായ ജനകീയ ദേശീയത എന്ന പുതിയ ദേശീയ ഭാവനയെ ശക്തിപ്പെടുത്തി. ഈ ദേശീയ ഭാവന 1920 വരെ തിലകൻ നേതാവായി നിന്ന സ്വദേശി പ്രസ്ഥാനത്തിലൂടെ വികസിച്ചു വന്ന മതാത്മക ദേശീയതാ സങ്കല്പത്തിന്റെ വിപരീതമായിരുന്നു. മതം കൊണ്ട് നിർവചിക്കപ്പെട്ടതല്ല. മതം കൊണ്ട് നിർവചിക്കപ്പെട്ടതാണ് ഒന്നാം ഘട്ടത്തിലെ ദേശീയതയെങ്കിൽ 20കൾക്ക് ശേഷം ഈ മതത്തിന് പകരം ബ്രിട്ടീഷ് വിരുദ്ധമായ സമരബോധം കൊണ്ട് ഇന്ത്യക്കാർ എന്ന നിലയിൽ ചേർന്ന് നിൽക്കുന്ന കോടാനുകോടി മനുഷ്യരുടെ പുതിയ ഒരു ദേശഭാവന. ആ പുതിയ ദേശഭാവനയിൽ അടിസ്ഥാനപരമായി മതേതരത്വമുണ്ട്. ആ പുതിയ ദേശഭാവനയിൽ അടിസ്ഥാനപരമായി ജാതി വിരുദ്ധതയും മതനിരപേക്ഷതയും ജനാധിപത്യവും സാഹോദര്യ ഭാവനയും പല അളവിലും അനുവാദത്തിലും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഭരണഘടനയായി തീർന്നത്, ഇന്ത്യയുടെ രാഷ്ട്രഭാവനയായി ഭരണഘടനയിൽ പ്രതിഫലിക്കുന്നത് തിലകൻ ഉയർത്തിപ്പിടിച്ച ദേശഭാവനയല്ല, ബങ്കിം ചന്ദ്ര ചാറ്റർജി വന്ദേമാതരത്തിൽ മുമ്പോട്ട് വെച്ച ദേശഭാവനയല്ല. മറിച്ച് 20കൾക്ക് ശേഷം കർഷകരും തൊഴിലാളികളും നാനാതരത്തിൽപ്പെട്ട ജാതി മതസ്ഥരും പ്രദേശ ഭാഷാ വിഭാഗങ്ങളും കൈകോർത്ത് നിന്ന് ബ്രിട്ടനെതിരായ ഇന്ത്യ എന്ന ബോധമാണ് നമ്മുടെ ഭരണഘടനയുടെ ആധാരമായി വരുന്നത്. ഇത് രണ്ട് കാര്യമാണ്. അതുകൊണ്ട് ഇന്ത്യൻ ദേശീയതയ്ക്കുള്ളിലുണ്ടായിരുന്ന മതാത്മകതയ്ക്കെതിരെ ഇന്ത്യൻ ദേശീയതയെ സാമ്രാജ്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പുനഃപ്രതിഷ്ഠിച്ചുകൊണ്ടാണ് 20കൾക്ക് ശേഷം നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം മുമ്പോട്ട് പോയത്. ആ ദേശീയതാ ഭാവനയാണ് ഭരണഘടനയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഭരണഘടന ചിരപുരാതനമായ ഭാരതീയ ഭരണഘടനാ മൂല്യങ്ങൾ എന്ന RSSന്റെ മുഖപത്രം പറഞ്ഞ വർണ്ണജാതി സങ്കല്പങ്ങളെ സമ്പൂർണമായി റദ്ദാക്കുന്ന ഒന്നായി തീർന്നു. ഇത് വളരെ പ്രധാനമാണ്. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ടാമത്തെ ഘട്ടത്തിൽ
ഹിന്ദുത്വവാദികൾ എന്താണ് ചെയ്തത്? രണ്ടാമത്തെ ഘട്ടത്തിൽ ഹിന്ദുത്വവാദികൾ, ഇന്ന് നമുക്ക് ദേശീയതയുടെ ക്ലാസ് എടുക്കുന്നത് അവരാണ്. നിങ്ങൾ സിനിമാ തിയേറ്ററിൽ വന്ദേമാതരമല്ല ജനഗണമന കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്ന ആളുകളാണ്. നിങ്ങൾ രാജ്യദ്രോഹിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകളാണ്. ഞാൻ ഒരു കാര്യം പറയാൻ കേട്ടോ, അങ്ങനെ എഴുന്നേക്കാതിരുന്ന ഒരാളുണ്ട്, വളരെ പണ്ട് എഴുന്നേക്കാതിരുന്ന ഒരാളുണ്ട്. മൂപ്പരുടെ പേര് മഹാത്മാഗാന്ധി. 1947 ഓഗസ്റ്റ് 19 20 മറ്റോ കൽക്കട്ടയിൽ, അന്ന് ഗാന്ധി കൽക്കട്ടയിലുണ്ട്, വിഭജനം ആവുന്നു, കൽക്കട്ട പ്രക്ഷോഭം നിൽക്കുന്ന ഘട്ടം. ടോളിഗഞ്ച് മൈതാനത്തിലോ മറ്റോ വൈകുന്നേരം പ്രാർത്ഥനാ സമ്മേളനം. ഗാന്ധിയുണ്ട്, മുസ്ലിം ലീഗിന്റെ നേതാവായ സുഹ്രവർദിയുണ്ട്, ധാരാളം പേരുണ്ട്. സദസ്സില് വേദിയില് വന്ദേമാതരം ആലപിച്ചു. മുസ്ലിം ലീഗ് വന്ദേമാതരത്തിനെതിരാണ്, പലരും എതിരാണ്. കാരണം വന്ദേമാതരം ഏതാണ്ട് ഒരു ഹൈന്ദവ സ്വഭാവമുള്ള ഒരു ഗാനമാണ്. അതുകൊണ്ടാണ് ഒരുപാട് ഡിബേറ്റിന് ശേഷം ജനഗണമന മതി, വന്ദേമാതരം വേണ്ട എന്ന് തീരുമാനിച്ചത്. ദേശീയ ഗീതം എന്ന പദവി കൊടുത്തെങ്കിലും നാഷണൽ ആന്തം, ദേശീയ ഗാനം ജനഗണമനയായത് അതുകൊണ്ടാണ്. വന്ദേമാതരം ആലപിച്ചു. രാഷ്ട്രീയമായി വന്ദേമാതരത്തിനെതിരാണെങ്കിൽ പോലും അന്നത്തെ സവിശേഷ സന്ദർഭത്തെ മാനിച്ചുകൊണ്ടോ മറ്റോ മുസ്ലിം ലീഗ് നേതാവായ സുഹ്രവർദി അടക്കം എഴുന്നേറ്റ് നിന്നു. ഗാന്ധിജി പക്ഷെ എഴുന്നേറ്റില്ല. ഗാന്ധിജി എഴുന്നേറ്റില്ല എന്ന് മാത്രമല്ല, സുഗതാബോസിന്റെ പുസ്തകത്തിൽ അത് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗാന്ധിജി അതേക്കുറിച്ച് പറഞ്ഞത്, ഈ ദേശീയ ഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക എന്നൊക്കെ ഉള്ളത് ഒരു പാശ്ചാത്യ സമ്പ്രദായമാണ്, നമ്മൾ അതെല്ലാം അതേപടി അനുകരിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു. ഇപ്പോഴാണെങ്കിൽ 30 രാജ്യദ്രോഹിയാണ്, 125. ഞാനിതെല്ലാം ഗാന്ധി പറഞ്ഞാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നാളെ എനിക്കും കേസ് ദേശീയ ഗാനം പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ടാന്ന് ഇയാൾ പ്രസംഗിച്ചു, അതുകൊണ്ട് കേസെടുക്കണമെന്ന് പറയും, കോടതി കേസെടുക്കാൻ പറയും. ഗാന്ധി പറഞ്ഞതാ. ഞാൻ പറയുന്നത് വെച്ചാൽ ദേശീയത എന്ന് പറയുന്നത് ഈ ചാടി എഴുന്നേക്കലിന്റെ പേരൊന്നല്ല. ദേശീയത എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അവസാനത്തെ മനുഷ്യന്റെ യാതന കാണാനുള്ള നിങ്ങളുടെ ശേഷിയുടെ പേരാണ്. ഗാന്ധിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ഇന്ത്യൻ നേഷൻ? ഈ രാഷ്ട്രത്തിന്റെ പ്രഥമ ദൗത്യം എന്താണ്? സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗാന്ധി ചെറിയൊരു വാക്യാണ് പറഞ്ഞത്, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഓഫ് ദ കോമൺ മാൻ. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ മനുഷ്യന്റെ കണ്ണീരൊപ്പലാണ് ഈ രാജ്യത്തിന്റെ ദൗത്യം. ദേശസ്നേഹത്തിന് അത്ര അർത്ഥമുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പറയുന്നതൊക്കെ വിടായില്ല. അവസാനത്തെ ആളുടെ കണ്ണീര് നിങ്ങൾ കാണുമോ? അത് കണ്ണീരൊപ്പാനുള്ള ശേഷി നിങ്ങൾക്കുണ്ടോ? ആ ശേഷിയുടെ പേരാണ് ദേശസ്നേഹം. അത്രേ ഉള്ളൂ. അവസാനത്തെ ആളെ കാണും. ഇന്ന് ഈ അവസാനത്തെ ആള് നമ്മുടെ കാഴ്ചയുടെ ചക്രവാള സീമകളിൽ പോലും വരാനിടയില്ലാതെ ധൂളി സദൃശ്യമായി പാറിപ്പോയ കീടജന്മങ്ങളാണ്. നോട്ട് നിരോധിച്ച് മരിച്ചത് എത്ര പേരാണ്? കർഷക സമരത്തിൽ എത്ര പേര് മരിച്ചത് ഗവൺമെന്റിന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു രാജ്യമാണ് നമ്മുടെ. അപ്പോഴാണ് ഗാന്ധിജി എന്താണ് ഈ രാഷ്ട്രത്തിന്റെ ദൗത്യം എന്നതിന് ഞാൻ ഈ പറഞ്ഞ ഉത്തരം പറഞ്ഞത്, വൈപ്പ് ഔട്ട് ദ ടിയേഴ്സ് ഫ്രം ദ ഐസ് ഓഫ് ദ കോമൺ മാൻ. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ 20കൾക്ക് ശേഷം വികസിച്ചു വന്ന ഈ ദേശീയതാ സങ്കല്പത്തിന്റെ ഘട്ടത്തിൽ ഹിന്ദുത്വവാദികൾ എന്താണ് ചെയ്തത്? ഹിന്ദുത്വവാദികൾ എന്ത് ചെയ്തു എന്നതിന്റെ ഒന്നാം തരം ഉത്തരം അവരുടെ വലിയ നേതാവായിട്ടുള്ള ഗോൾവാൾക്കറുടെ ഒരു ലേഖനത്തിലുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ബ്രിട്ടനെതിരെ സമരം ചെയ്ത് ഇന്ത്യയിലെ യുവാക്കൾ ഊർജം പാഴാക്കരുത്, മറിച്ച് ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ യുദ്ധം ചെയ്യണം. ആരാണ് ശത്രു? അത് കൊളോണിയൽ ഭരണകൂടമല്ല, അത് സാമ്രാജ്യത്വ ശക്തികളല്ല, അത് ആഭ്യന്തര ശത്രുക്കളാണ്. ആരാണ് ആഭ്യന്തര ശത്രുക്കൾ? മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകളാണ്. ഈ ആഭ്യന്തര ശത്രുക്കൾക്കെതിരെയാണ് ഇന്ത്യയിലെ യുവാക്കൾ യുദ്ധം ചെയ്യേണ്ടത്, ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ അല്ല എന്ന് ഖണ്ഡിതമായി പ്രഖ്യാപിച്ച ഒരാളാണ് ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയാചാര്യൻ. അദ്ദേഹം എഴുതുകയാണ് ചെയ്തതെങ്കിൽ അത് നടപ്പാക്കി കൊടുത്ത ഒരാളുടെ പേരാണ് സവർക്കർ എന്ന്. സവർക്കർ ഇത് നടപ്പാക്കിയ ഒരാളാണ്. 911 മുതൽ മൂപ്പര് മാപ്പപേക്ഷ എഴുതിക്കൊണ്ടേയിരുന്നു. 924-25 ആയപ്പോഴേക്കും അദ്ദേഹത്തിന് മോചനം കിട്ടി. മാപ്പ എഴുതിയത് ഗാന്ധി പറഞ്ഞിട്ടാണെന്നാണ് ഇപ്പോൾ ഇത് പറയുന്നത്.
ഗാന്ധി ദക്ഷിണാഫ്രിക്കയില. ഈ മൂപ്പര് മാപ്പ് എഴുതുമ്പോ ഗാന്ധി ദക്ഷിണാഫ്രിക്കയില. അത് ഗാന്ധിയുടെ ഉപദേശം കിട്ടുന്നത് 1920. അതിനു മുമ്പ് 7 തവണയായിട്ട് മാപ്പപേക്ഷ കൊടുത്തു. 1913 മാപ്പപേക്ഷയിൽ സവർക്കർ പറഞ്ഞത് എന്നെ വിട്ടയച്ചാൽ ഞാൻ ബ്രിട്ടനെതിരെ സമരം ചെയ്യുന്നത് അവസാനിപ്പിക്കാമെന്ന് മാത്രമൊന്നുമല്ല, ബ്രിട്ടനെതിരെ സമരം ചെയ്യില്ല എന്നല്ല. അദ്ദേഹം പറഞ്ഞത് എന്നെ വിട്ടയച്ചാൽ എന്റെ പിന്തുണ മാത്രമല്ല, എന്റെ അനുയായികളായ 10,000-കണക്കിന് യുവാക്കളുടെ പിന്തുണ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉറപ്പു തരാനായിട്ട് എനിക്ക് കഴിയും. മുടിയനായ പുത്രനെ തിരിച്ചു എടുക്കാൻ കാരുണ്യം നിറഞ്ഞ ഗവൺമെന്റിനല്ലാതെ, ബ്രിട്ടീഷ് ഭരണകൂടത്തിനല്ലാതെ ആർക്കാണ് കഴിയുക? മുട്ടിലെടയുന്നതിന്റെ ചിത്രം കാണുന്ന മാപ്പപേക്ഷ വായിക്കണം കേട്ടോ. ഇവര് നമുക്ക് ക്ലാസ് എടുക്കാറുണ്ട് ദേശസ്നേഹത്തിന്. 1920 ഗാന്ധിജിക്ക് 1920 സംഭവം എന്താണെന്ന് വെച്ചാൽ, ആൻഡമാനിലെ രാഷ്ട്രീയ തടവുകാരെ കുറെ പേരെ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിട്ടയച്ചു. സവർക്കറെ അപ്പോഴും വിട്ടില്ല. അപ്പൊ സവർക്കറിന്റെ ഇളയ അനിയൻ നാരായൺ സവർക്കർ, ND സവർക്കർ, അദ്ദേഹം ഗാന്ധിക്ക് ഒരു കത്ത് എഴുതി. ധാരാളം പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിട്ടു, സവർക്കറെ വിടുന്നില്ല, അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞു. അപ്പൊ ഗാന്ധി അതിനൊരു മറുപടി അയച്ചു. ആ മറുപടിയിൽ ഗാന്ധി പറയുന്ന ആദ്യത്തെ വാക്യം ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഡ്വൈസ് യു. നിങ്ങളെ ഉപദേശിക്കൽ വലിയ പ്രയാസമാണ്, ഉപദേശിക്കാനുള്ള ഒരു ജൻസല്ല ഇതെന്ന് ഗാന്ധിക്ക് അറിയാം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു അഡ്വൈസ് യു. എന്നിട്ട് അദ്ദേഹം എഴുതിയത്, നിങ്ങൾ ഒരു പെറ്റീഷൻ തയ്യാറാക്കൂ, ഇതൊരു രാഷ്ട്രീയ തടവാണെന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് ഒരു പെറ്റീഷൻ തയ്യാറാക്കി നോക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ ബ്രിട്ടനോട് മാപ്പ് പറയാനോ ബ്രിട്ടനെ പിന്തുണയ്ക്കാമെന്ന് പ്രഖ്യാപിക്കാനോ ഒന്നും ഗാന്ധിജി ആവശ്യപ്പെട്ടിട്ടില്ല. ഗാന്ധിയുടെ അക്കൗണ്ടിൽ അത് എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. എന്തായാലും മാപ്പപേക്ഷ പിന്നെ നിർബാധം നടന്നു. സവർക്കർ കൊടുത്തു, സവർക്കറുടെ അനിയൻ കൊടുത്തു, സവർക്കറുടെ ഭാര്യ കൊടുത്തു, സവർക്കർ തന്നെയും നേരിട്ട് കുറെ കൊടുത്തു. അങ്ങനെ 1.5 പതിറ്റാണ്ട് മാപ്പപേക്ഷ കൊടുത്ത് അദ്ദേഹത്തെ ആദ്യം വിട്ടയച്ചു, വീട്ടുതടങ്കലില്, പിന്നെ രത്നഗിരി ജില്ലയ്ക്ക് പുറത്തു പോകരുത് എന്നുള്ള ഉപാധിയിൽ കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിച്ചു. പിന്നെ അദ്ദേഹത്തെ പൂർണ്ണ സ്വതന്ത്രനാക്കി. ആ പൂർണ്ണ സ്വതന്ത്രനാക്കിയതിന് ഫലമുണ്ടായി. ഗാന്ധി വധക്കേസിൽ 9ാമത്തെ പ്രതിയാണ് സവർക്കർ. 1948 ജാനുവരി 30 ഗാന്ധിയെ കൊല്ലുന്നതിന് 4 ദിവസം മുമ്പ് ഗാന്ധി കൊലക്കേസിലെ പ്രധാന പ്രതികളായ നാഥുറാം വിനായക് ഗോഡ്സെയും നാരായണ ആപ്തെയും ദിഗംബർ ബാഡ്ഗെയും ചേർന്ന് സവർക്കറെ കാണാൻ ചെന്നു. സവർക്കറുമായി ചർച്ച നടത്തി. അതിനു മുമ്പ് ഒരു ശ്രമം അവർ നടത്തുന്നുണ്ട്. 1948 ജനുവരി 20. 1948 ജനുവരി 13 ഗാന്ധി ഡൽഹിയിലെ നിരാഹാരം തുടങ്ങുന്നത്. ഗാന്ധി 2 ആശയങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. ഒന്ന്, ഇന്ത്യ പാക് വിഭജന സമയത്ത് പാകിസ്ഥാന് കൊടുക്കാമെന്ന് ഇന്ത്യ പറഞ്ഞിരുന്ന, വാഗ്ദാനം ചെയ്തിരുന്ന 75 കോടി രൂപയിൽ 20 കോടിയെ കൊടുത്തിട്ടുള്ളൂ. ബാക്കി 55 കോടി കൊടുക്കണം. 20 കോടി കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം വന്നപ്പോൾ പട്ടേൽ പറഞ്ഞു ഇനി ബാക്കി കാശ് കൊടുക്കില്ല. ഗാന്ധി പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി കാശ് കൊടുക്കണം. ഇതൊന്നും ലോകത്ത് ഒരു മനുഷ്യനെ കുറിച്ച് ആലോചിക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളോട് യുദ്ധം ചെയ്ത നിങ്ങളുടെ ശത്രു രാജ്യത്തിന് കൊടുക്കാനുള്ള പണം ബാക്കി തിരിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഈ രാഷ്ട്രത്തിലെ ആദ്യത്തെ സ്വതന്ത്ര ഗവൺമെന്റിനെതിരെ നിരാഹാരം കിടക്കുന്നത് ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവാണ്. ഇത്രയും വൈവിധ്യം നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് പ്രയാസം. ഗാന്ധി നിരാഹാരം കിടന്നതിന്റെ ഒരു മുദ്രാവാക്യത. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന മുസ്ലിങ്ങൾ, ഡൽഹിയിലെ ഹിന്ദുക്കൾ, ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് മടങ്ങി വന്ന ഹിന്ദുക്കൾ ഡൽഹിയിലെ പള്ളി കയ്യേറുന്നത് അവസാനിപ്പിക്കണം. കയ്യേറിയ പള്ളികളൊക്കെ മുസ്ലിങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. അപ്പൊ പലരും ഗാന്ധിയോട് പറഞ്ഞു, അവിടെ പാകിസ്ഥാനിൽ ധാരാളം ക്ഷേത്രങ്ങൾ കയ്യേറി. ഗാന്ധി മറുപടി പറഞ്ഞത്, അവിടുത്തെ ഹിംസയ്ക്കുള്ള പരിഹാരം ഇവിടത്തെ ഹിംസയല്ല. അതുകൊണ്ട് ഗാന്ധിജി ജനുവരി 13 നിരാഹാരം തുടങ്ങി. ഈ 2 മുദ്രാവാക്യങ്ങൾ അദ്ദേഹം ഉയർത്തിയതോടെയാണ് ഗോഡ്സെ അവസാനത്തെ തീരുമാനം എടുത്തത്, ഇയാളെ കൊല്ലാതെ പറ്റില്ല. മുമ്പേ പലതവണ ആലോചിച്ചതാണ്. 5 വട്ടവും മറ്റോ ഗാന്ധിക്കെതിരെ വധശ്രമം നടന്നു. അവസാനത്തേത് 48 ജനുവരി 20 ബോംബെറിഞ്ഞു. പക്ഷേ ബോംബ് പൊട്ടാതെ പോവുകയും ഒരു ചെറിയ കലാപവും ഒരു കാലുഷ്യവും ഒക്കെ പ്രാർത്ഥനായോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തെങ്കിലും ഗാന്ധിയെ വധിക്കാൻ കഴിഞ്ഞില്ല. ഇവര് മടങ്ങിപ്പോയി പൂനെയിൽ പോയിട്ട് സവർക്കറെല്ലാം കണ്ടു.
ബാഗ്ഡെ പിന്നീട് മാപ്പുസാക്ഷിയായ ബാഗ്ഡെ കൊടുത്ത മൊഴിയിൽ പറയുന്ന കാര്യം, സവർക്കറെ കണ്ടിറങ്ങുന്ന സമയത്ത് സവർക്കർ താഴെ ഇറങ്ങി വന്ന് വിജയിച്ചു വരൂ എന്ന് തങ്ങളെ ആശീർവദിച്ച കാര്യം ബാഗ്ഡെയുടെ മാപ്പുസാക്ഷി മൊഴിയിൽ. 1965-66 കാലത്ത് ഗാന്ധി വധക്കേസിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു. ജീവൻലാൽ കപൂർ, ജസ്റ്റിസ് കപൂർ കമ്മീഷൻ റിപ്പോർട്ട്. കപൂർ കമ്മീഷൻ ഈ സാക്ഷിമൊഴികളും മുഴുവൻ കാര്യങ്ങളും പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് കപൂർ കമ്മീഷൻ പറഞ്ഞ കാര്യം, ലഭ്യമായ എല്ലാ തെളിവുകൾ വെച്ച് നമുക്ക് എത്തിച്ചേരാവുന്ന നിഗമനം സവർക്കറുടെ നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഗാന്ധി വധത്തിൽ പര്യവസാനിച്ചത് എന്നാണ്. ഞാനിതെല്ലാം പറയണത് എന്താന്ന് വെച്ചാൽ, ഈ മൂപ്പര് കുറച്ച് കഴിയുമ്പോൾ രാഷ്ട്രപിതാവായിട്ട് വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ അതായിരിക്കും പഠിക്കാം. അതുകൊണ്ട് ഇതൊരു ഓർമ്മയിൽ വെച്ചേക്കാം. കപൂർ കമ്മീഷൻ റിപ്പോർട്ട് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളില് ഗാന്ധിയുടെ ചിത്രത്തിന്റെ മറുപുറത്ത് ഇപ്പൊ സവർക്കറുടെ ചിത്രമാണ്. ഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയാണ്. ബോംബെ പോലീസും ഡൽഹി പോലീസും തമ്മിൽ തെളിവുകൾ കൂട്ടിയിണക്കുന്നതിലുണ്ടായ പോരായ്മകൾ, വീഴ്ചകൾ കൊണ്ടാണ് സവർക്കർ കേസിൽ നിന്ന് ഊരിപ്പോന്നത്. ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, സവർക്കറുടെ ഈ നിലപാട് യാദൃച്ഛികമല്ല. കാരണം ഹിന്ദുത്വം നിർവചിക്കാൻ ശ്രമിച്ച ഒരു രാഷ്ട്രത്തെ, രാഷ്ട്രസങ്കല്പത്തെ അടിയോടെ തകർത്ത് ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യ ഭാവനയുടെയും മറ്റൊരു പ്രതലം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അടിപ്പടവിൽ ഉറപ്പിക്കാൻ നടത്തിയ വലിയ പരിശ്രമത്തിന്റെ കേന്ദ്രബിംബത്തെയാണ് നമ്മൾ ഗാന്ധി എന്ന് വിളിക്കുന്നത്. അതൊരാളുടെ പേര് മാത്രമല്ല, ഒരു പ്രവണതയുടെ. ആ പ്രവണതയാകട്ടെ ഹിന്ദുത്വത്തിനെതിരായി വികസിച്ചു വന്ന സാമ്രാജ്യ വിരുദ്ധമായ ജനകീയ ദേശീയത എന്നതാണ്. ഹിന്ദുത്വം പ്രതിനിധാനം ചെയ്തതോ മുസ്ലിം വിരുദ്ധവും ക്രൈസ്തവ വിരുദ്ധവും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധവും ഒക്കെയായ മതാത്മകമായ രാഷ്ട്രസങ്കല്പം. ഇത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. ഇതിൽ രണ്ടാമത് പറഞ്ഞതിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് 1920 മുതൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം വികസിച്ചു വന്നത്. ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവനയാണ് ഇന്ത്യ എന്ന ആശയമായി തീർന്നത്. അതിന്റെ നയരേഖയാണ് ഇന്ത്യൻ ഭരണഘടന. അതുകൊണ്ട് ഈ ഭരണഘടന നിലനിൽക്കാൻ ഹിന്ദുത്വം അനുവദിക്കില്ല. ഹിന്ദുത്വം ഇന്നെന്ത് ചെയ്യുന്നു? ഭരണഘടനയെ നേരിട്ട് തിരുത്തുന്നില്ല, പക്ഷേ ഭരണഘടനയെ പ്രവൃത്തിയിൽ ഉടനീളം തകർക്കുന്നു. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. പാർലമെന്റിൽ ചർച്ചയില്ല, സബ്ജക്ട് കമ്മിറ്റികൾക്ക് ബില്ലുകൾ പോകുന്നില്ല, കോടതികളോ തെരഞ്ഞെടുപ്പ് കമ്മീഷനോ AG അടക്കമുള്ള CAG അടക്കമുള്ള സംവിധാനങ്ങളോ സ്വതന്ത്ര സംവിധാനങ്ങളായി പ്രവർത്തിക്കുന്നില്ല. ഭരണഘടന ഒരു ഭാഗത്ത് തുടരുന്നു, ഭരണഘടനാ മൂല്യങ്ങൾ ഉടനീളം അട്ടിമറിക്കപ്പെടുകയും ചെയ്യുന്നു. ആ അട്ടിമറിയുടെ അവസാനത്തെ ഒരു വൻ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റില് ബാബറി പള്ളി പൊളിച്ച സ്ഥലത്ത് രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ടുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി കാണിച്ചു തന്നത്. ഇന്ത്യൻ ഭരണഘടന ഇന്നും മതനിരപേക്ഷമാണ്. സെക്യുലർ എന്ന വാക്ക് ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ ഇപ്പോഴുണ്ട്. ആ മതനിരപേക്ഷം എന്ന വാക്ക് നിലനിൽക്കെ ഒരു മതവിഭാഗത്തിന്റെ നൂറ്റാണ്ടുകളായി നിലനിന്ന ആരാധനാലയം തല്ലി തകർത്ത് അവിടെ മറ്റൊരു മതവിഭാഗത്തിന്റെ ക്ഷേത്രം സ്ഥാപിക്കുന്നതിന്റെ ശിലാസ്ഥാപനം നടത്താൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുതിരുന്നു എന്നിടത്ത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ജീവിതം അവസാനിച്ചു എന്നുകൂടി നാം കാണും. യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന സാമൂഹ്യ ചിന്തകൻ അതേക്കുറിച്ച് പറഞ്ഞത്, ആ തറക്കല്ലിടൽ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടൽ മാത്രമല്ല, ഇന്ത്യ എന്ന രണ്ടാം റിപ്പബ്ലിക്കിന്റെ ശിലാസ്ഥാപനം. ഒന്നാം റിപ്പബ്ലിക് 20 മുതൽ 50 വരെയുള്ള ദേശീയ ഭാവനയുടെ ജനാധിപത്യം, മതനിരപേക്ഷത, സ്വാതന്ത്ര്യം, സമത്വഭാവന, സാമൂഹ്യ നീതി മുതലായ മൂല്യങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പടുത്ത ഒരു ദേശീയ ഭാവനയുടെ ആവിഷ്കാരമാണെങ്കിൽ ഈ തറക്കല്ലിടൽ അത് മതരാഷ്ട്രത്തിന്റെ തറക്കല്ലിടൽ കൂടിയാണ്. ആ മതരാഷ്ട്രത്തിന്റെ മറ്റൊരു മുദ്രയാണ് പൗരത്വത്തിന് മതം മാനദണ്ഡമാക്കിക്കൊണ്ടുള്ള ഭേദഗതി CAA. 1949 ഭരണഘടനാ അസംബ്ലി സമ്മേളിക്കുന്ന സമയത്ത് വിഭജനം കഴിഞ്ഞ്
വലിയ രക്തച്ചൊരിച്ചിൽ അരങ്ങേറുന്ന ഘട്ടത്തിലാണ് ഭരണഘടനാ അസംബ്ലി ഭരണഘടന ചർച്ച ചെയ്തത്, കരട് ചർച്ച ചെയ്തത്. കരടില് ഇന്ത്യയുടെ പൗരത്വത്തിന് ആർക്കാണ് അവകാശം എന്ന ചോദ്യം വലിയ തോതിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4-5 തരത്തിൽ അത് നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഭരണഘടന, കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാണ സന്ദർഭത്തിൽ പൗരത്വ പ്രശ്നം ഉയർന്ന അത്രയും സങ്കീർണമായ രൂപത്തിൽ മറ്റേതെങ്കിലും ഒരു സമൂഹത്തിൽ പൗരത്വ പ്രശ്നം വന്നിട്ടില്ല. കാരണം ഒരു രാജ്യം ഉണ്ടായിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് പലരും അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ചിലരെല്ലാം ഇങ്ങോട്ട് വന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് പലരും ഇവിടേക്ക് വന്നു. ചിലർ മാറി, പോയവർ മടങ്ങി വന്നു. ഇതൊക്കെ ഉണ്ട്. ഭരണഘടനയുടെ ആ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയവർ, പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവർ, ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയതിനു ശേഷം വീണ്ടും മടങ്ങി വന്നവർ, ലോകത്തിന്റെ മറ്റ് പ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നവർ, ഇങ്ങനെ രാജ്യങ്ങളെ മുൻനിർത്തി വരികയും പോവുകയും ചെയ്തവർ, ഇവിടെ ദീർഘകാലമായി താമസിക്കുന്നവർ എന്നല്ലാതെ നമ്മുടെ പൗരത്വത്തെ കുറിച്ചുള്ള ഭരണഘടനാ ചർച്ചകളിൽ ഒരിടത്തും നിങ്ങൾ ഒരു മതത്തിന്റെ പേരും കാണില്ല. പക്ഷെ നമ്മുടെ ഭരണഘടനാ ഭേദഗതിയായി ഇവർ കൊണ്ടുവന്ന CAA ബില്ലിന്റെ ആധാരമായ പൗരത്വ നിയമത്തിന്റെ ഭേദഗതിയിൽ അവർ കൊണ്ടുവന്നത് ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ഹിന്ദുക്കൾ, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ തുടങ്ങിയവർ, മുസ്ലിങ്ങൾ ഒഴികെയുള്ള മതത്തിന്റെ ആധാരമായി, പൗരത്വത്തിന്റെ ആധാരമായി മതം മാറും. ഇതിന്റെ 1000 മടങ്ങ് മതസംഘർഷം അരങ്ങേറിയ സമയത്താണ് ഇന്ത്യൻ ഭരണഘടന പൗരത്വം നിർവചിച്ചത്. ആ പൗരത്വ നിർവചനത്തിൽ ഒരിടത്തുമില്ലാത്ത മതത്തെ പൗരത്വത്തിന്റെ ആധാരമാക്കി മാറ്റുന്ന ഭേദഗതിയാണ് ഇപ്പോ നമ്മുടെ പാർലമെന്റ് ഒരു വട്ടം അംഗീകരിച്ചത്. അതാണ് പൗരത്വ നിയമ ഭേദഗതി, ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടാണ്. അങ്ങനെ ഒരു 2ാം റിപ്പബ്ലിക് പൗരത്വത്തെ മതം കൊണ്ട് നിർവചിക്കുന്ന, സെക്യുലറിസത്തിനെതിരായി കയ്യൂക്കിന്റെ ഒരു പാരമ്പര്യത്തെ രാഷ്ട്രപതി തന്നെ ശിലാസ്ഥാപനം നടത്തി വകവെച്ചു കൊടുക്കുന്ന ഒരു പുതിയ രാഷ്ട്രീയ അന്തരീക്ഷം സംജാതമായി. ഇതെല്ലാം ഭരണഘടന നിലനിന്നുകൊണ്ട് തന്നെ അരങ്ങേറുന്നു. അതുകൊണ്ട് ഭരണഘടനയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ ഭരണഘടനയെ റദ്ദാക്കിക്കൊണ്ടോ അല്ല, ഭരണഘടന നിലനിർത്തിക്കൊണ്ട് അതിനുള്ളിലൂടെ ഫാഷിസം രംഗത്തെത്തുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഫാഷിസത്തിന്റെ വർത്തമാനകാല മുഖം, വർഗീയ ഫാഷിസത്തിന്റെ വർത്തമാനകാല മുഖം എന്ന് പറയുന്നത് ഈ നിലയിലുള്ള ഒന്നാണ്. അതുകൊണ്ട് ഭരണഘടന ബാക്കിയുണ്ടല്ലോ എന്ന് മാത്രം കരുതിയിട്ട് കാര്യമില്ല, ബാക്കിയുള്ളത് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ, ഞാൻ പറയുന്നത് ചരിത്രേതരമായി എവിടെ നിന്നോ പൊട്ടിപ്പുറപ്പെട്ടതല്ല, നമ്മൾ സമരം ചെയ്ത് ഉണ്ടാക്കിയതാണ്. നമ്മൾ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഈ രാഷ്ട്രത്തിന്റെ ആധാരശിലകളെ സംരക്ഷിക്കുക എന്നത് ഒരർത്ഥത്തിൽ ഇന്ന് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രവർത്തനം ഈ അടിസ്ഥാന മൂല്യങ്ങളെ എങ്ങനെയാണ് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയുക, ഒരു മതരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവയ്പ്പിൽ നിന്ന് ഈ രാജ്യത്തെ എങ്ങനെയാണ് തടഞ്ഞു നിർത്താൻ കഴിയുക എന്ന ചോദ്യമാണ്. അതൊരു ചെറിയ ചോദ്യമല്ല, ഒരു പക്ഷേ എളുപ്പമുള്ള കാര്യവും അല്ല. ചെറുതല്ലെങ്കിലും എളുപ്പമുള്ളതല്ലെങ്കിലും വലിയ പരിശ്രമം ആവശ്യമുള്ള ആ സമരം നാം ചെയ്തേ മതിയാവൂ എന്നാണ് നമ്മുടെ കാലം നമ്മോട് പറയുന്നത്. ആ സമരത്തിന്റെ ഒരു ഊർജം എന്ന നിലയിലാണ് നമ്മുടെ ഭരണഘടനയുടെ രൂപീകരണത്തിന്റെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും മറ്റും ചരിത്രം ഞാൻ ഇത്രയും വിശദമായിട്ട് പ്രതിപാദിച്ചത്. കാരണം ചരിത്രം എന്ന് പറയുന്നത് ഭൂതകാലത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മയോ ഭൂതകാലത്തിന്റെ കണക്കെടുപ്പോ അല്ല. 20ാം നൂറ്റാണ്ടിലെ വലിയ ഒരു മാർക്സിസ്റ്റ് ചിന്തകനായിട്ടുള്ള വാൾട്ടർ ബെഞ്ചമിൻ ചരിത്രത്തെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം ഏതാണ്ട് ഇങ്ങനെയാണ്: ആപത്തിന്റെ നിമിഷങ്ങളിൽ മനസ്സിലൂടെ മിന്നിമായുന്ന ഓർമ്മയെ കയ്യെത്തിപ്പിടിക്കലാണ് ചരിത്രം. അതുകൊണ്ട് ചരിത്രം ഒരു സമരായുധമാണ്. അത്യാപത്തിന്റെ മുഹൂർത്തങ്ങളിൽ ഭൂതകാലത്തിന്റെ ചില വെളിച്ചങ്ങളെ, ഭൂതകാലത്തിന്റെ ചില ഊർജങ്ങളെ, മിന്നായം പോലെ പാഞ്ഞു പോകുന്ന ചില ഓർമ്മകളെ കയ്യെത്തിപ്പിടിച്ച് ആ ഓർമ്മയുടെ ബലത്തിൽ വർത്തമാനകാലത്തിൽ ഉറച്ചു നിന്ന് പോരാടുന്നതിന്റെ പേര് കൂടിയാണ് ചരിത്രബോധം എന്നത്.
അത്തരമൊരു ചരിത്രബോധത്തോടെ നമ്മുടെ കാലത്തെ അഭിമുഖീകരിക്കാനുള്ള നമ്മുടെ സന്നദ്ധതയിലാണ് വാസ്തവത്തിൽ ഈ രാഷ്ട്രത്തിൻ്റെ ഭാവി ജീവിതം നിലകൊള്ളുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അത്തരമൊരു ഉറച്ചു നിൽക്കലിൻ്റെ ആ ഉറച്ചു നിൽക്കലിനുള്ള ഊർജം സമാഹരിക്കുന്നതിൻ്റെ പ്രേരണകളിലൊന്നായി നമ്മുടെ ദേശീയതയെയും അതിൻ്റെ വ്യത്യസ്ത സന്ദർഭങ്ങളെയും അത് ജന്മം നൽകിയ ഭരണഘടനാ മൂല്യങ്ങളെയും കുറിച്ചുള്ള ഈ ആലോചനകളെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം എന്ന് അഭ്യർത്ഥിക്കുന്നു.